أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസിൻ്റെ 163-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. വിശുദ്ധ റമദാനുൽ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമദാനിനെ നമുക്കെല്ലാവർക്കും അനുകൂലമായി സാക്ഷിയാക്കി തരട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഈ മാസത്തിൻ്റെയും ഖുർആനിൻ്റെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് പുറത്തു തരട്ടെ. നമ്മെ നാമാക്കിയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ ഉസ്താദുമാരുണ്ട്, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. ആമീൻ. പരിശുദ്ധ റമദാനുൽ ഷരീഫിലെ വളരെ പ്രധാനപ്പെട്ട പുണ്യമേറിയ ബദരീങ്ങളുടെ ആണ്ട് ദിനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ കാവൽ നമുക്ക് നൽകട്ടെ. ഇന്ന് റമദാൻ 18. സാധുവായ എൻ്റെ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ്. നമ്മുടെ ഈ തദ്രീബിലെ ഒരുപാട് ആളുകളുടെ ഉപ്പമാർ, അതുപോലെ ഉമ്മമാർ, അതുപോലെ വല്യുമ്മമാർ, വല്യുപ്പമാർ, ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്, റമദാനിലും അല്ലാതെയൊക്കെയായി. അതുകൊണ്ട് ഉപ്പാക്ക് വേണ്ടിയും നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും ഒരു ഫാത്തിഹ ഓതി നമുക്ക് ഇന്ന് ക്ലാസ് ആരംഭിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹയുടെ മിസ്ൽ സവാബ് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടവരിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ഉപ്പയടക്കം ഈ ലോകത്തോട് വിട പറഞ്ഞ നമ്മുടെയൊക്കെ ബന്ധപ്പെട്ടവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹയും തദ്രീബ് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഈ മജ്ലിസും കണ്ട് ആനന്ദിക്കുന്നവരിൽ അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സ്വർഗീയമായ സന്തോഷങ്ങളൊക്കെ ഖബറിൽ ലഭിക്കുന്നവരിൽ അല്ലാഹുവേ നീ അവരെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വർഗീയമായ സന്തോഷങ്ങളൊക്കെ ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. അദാബിൻ്റെ മലക്കുകളെ അടുപ്പിക്കല്ലേ അല്ലാഹ്. റഹ്മത്തിൻ്റെ മലക്കുകളുടെ വരവുള്ള റാഹത്തുള്ള ഖബറാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേർ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്.
അവർക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കുറേ ഓതി കുറേ നിയമങ്ങളൊക്കെ പറഞ്ഞു. മദ്ദുകളെക്കുറിച്ചും അതുപോലെ അൽ ഹുറൂഫുൽ മുഖത്തഅ അതിനെക്കുറിച്ചും പറഞ്ഞു. ഇപ്പോൾ അവസാനമായി അസ്ലിയായ മദ്ദിൽ നിർത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മൾ അത്തഫ്ഖീമു വത്തർഖീഖു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കുന്നത്. പലപ്പോഴും നമ്മൾ ക്ലാസ്സിലൂടെ പറഞ്ഞതാണ്, ഓത്തിൽ പലപ്പോഴും സൂചിപ്പിച്ചതുമാണ് ഒരുപാട് തവണ. തദ്രീബ് എന്ന നമ്മുടെ കിതാബിലെ 24-ാമത്തെ പാഠമായിട്ടാണ് അത്തഫ്ഖീമു വത്തർഖീഖു എന്നുള്ളത്. അതുകൊണ്ട് നമുക്കത് ഒന്നുകൂടെ വിശദമായിട്ട് തന്നെ സംശയങ്ങളൊക്കെ തീർത്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, എന്താണ് തഫ്ഖീം, എന്താണ് തർഖീഖ്? കേൾക്കണുണ്ടോ? വായ നിറയെ ശബ്ദമുണ്ടാകും വിധം അക്ഷരത്തെ തടിപ്പിച്ചുച്ചരിക്കുന്നതിന് തഫ്ഖീം എന്ന് പറയുന്നു. എങ്ങനെ? വായ നിറയെ ശബ്ദമുണ്ടാകും വിധം അക്ഷരത്തെ തടിപ്പിച്ച് ഉച്ചരിക്കുന്നതിന് തഫ്ഖീം എന്ന് പറയുന്നു. എന്നാൽ തർഖീഖ് എന്താണ്? അത് നേർപ്പിച്ച് ഉച്ചരിക്കലാണ്. തഫ്ഖീം തടിപ്പിച്ചുച്ചരിക്കലാണ്, തർഖീഖ് നേർപ്പിച്ച് ഉച്ചരിക്കലാണ്. എങ്ങനെയാണ് ഈ തഫ്ഖീമും തർഖീഖും ഉണ്ടാവുക? അത് നമ്മുടെ നാവിൻ്റെ മുരട് മേലെ അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ട് തഫ്ഖീം ഉണ്ടാവും, താഴുന്നത് കൊണ്ട് തർഖീഖും ഉണ്ടാവും. ഓക്കെ, ഉയരുന്നതിന് ഇസ്തിഅലാ എന്നും താഴുന്നതിന് ഇസ്തിഫാൽ എന്നും പറയും. എല്ലാം കൂടെ കേട്ടിട്ട് എന്തൊക്കെയാവുന്നുണ്ടോ? ഒന്നും ആവാനില്ല. അപ്പം എന്ത് വേണം? ഇസ്തിഅലാ കൊണ്ട് തഫ്ഖീം ഉണ്ടാകുന്നു, ഇസ്തിഫാൽ കൊണ്ട് തർഖീഖ് ഉണ്ടാകുന്നു. കുറച്ച് ഉദാഹരണങ്ങളും സംഗതികളും കിട്ടിയാൽ സിമ്പിളായി. നിങ്ങളെ സ്ക്രീനിലേക്ക് നോക്കിയേ. ഖുസ്സ ളഗ്തിൻ ഖിൽ ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. അതിലെത്ര അക്ഷരങ്ങളുണ്ടെന്ന്? 7 അക്ഷരങ്ങളുണ്ട്. ഓക്കെ, ഹ ഉണ്ട്, സ്വാദുണ്ട്, അല്ലേ, ളാദുണ്ട്. ഓക്കെ, 7 അക്ഷരങ്ങളുണ്ട്. ഈ 7 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ, പറയുമ്പോൾ നാവിൻ്റെ മുരട് മേലെ അണ്ണാക്കിലേക്ക് ഉയരണം. അപ്പോൾ വായ നിറയെ ശബ്ദമുണ്ടാകും വിധം അക്ഷരം പുറത്തേക്ക് വരണം. മനസ്സിലായോ? വായ നിറയെ ശബ്ദമുണ്ടാകും വിധം ഹർഫുകൾ കേൾക്കണമെന്ന്. ഈ അക്ഷരങ്ങൾക്ക് ഫത്ഹാകുമ്പോഴും കസ്റാകുമ്പോഴും ദമ്മാകുമ്പോഴും സുക്കൂനാകുമ്പോഴും ഇനി തൻവീനുകളാണെങ്കിലും എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ അക്ഷരത്തിൻ്റെ മുമ്പ് ഏതക്ഷരങ്ങൾ വന്നാലും ശേഷം എല്ലാ സമയത്തും ഖുസ്സ ളഗ്തിൻ ഖിൽ എന്ന 7 അക്ഷരങ്ങൾ തഫ്ഖീം. 7 അക്ഷരങ്ങൾക്കെപ്പോഴും തഫ്ഖീമ. അവ ഖുസ്സ ളഗ്തിൻ ഖിൽ മിസാലും ഖാമ. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണ് ആ അക്ഷരങ്ങൾ വായിക്കേണ്ടത്? നോക്കിയേ. ഖ ഖ ഖ ഖ ഖ ഖ ഖ ഖ. എങ്ങനെ വായിക്കാൻ പറ്റൂല? ഖ ഖ ഖ ഖ ഖ ഖ ഖാലിദ് ഖാലിദൂൻ. ഉണ്ടോ? ഖാലിദൂൻ. ശരിക്കും നോക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്നൊരു സിഫത്താണിത്. ഖാലിദൂൻ. ഖ തടിയില്ലാത്ത ഖ അല്ല, തടിച്ച ഖ. എന്നാലോ തൊടിച്ച ഹോ പറ്റുമോ? തൊടിച്ച ഹോ എന്ന് പറഞ്ഞാൽ ഖാലിദൂൻ. ഹോ അതും പറ്റില്ല. നോക്കിയേ, തോ അങ്ങനെയാ പറയാ. തോ 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 അല്ലേ? അല്ലാതെ താ 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 ആണോ? അല്ല. തോ തോ തോക്ക് ആണോ? അല്ല. فإذا جاءت الطامة الكبرى
അല്ലേ? فإذا جاءت الصاخة അങ്ങനെ പറയണം. അല്ലാതെ തോമ സോഫ, അത് സോഫയാണ് അല്ലേ? അപ്പോൾ വായ നിറച്ച് ശബ്ദം ഉണ്ടാവുക എന്നുള്ളതാണ് അടിസ്ഥാനം. ചുണ്ടിങ്ങനെ ലൊമ്മ് പറയും പോലെ സോ അങ്ങനെ ആവാൻ പാടില്ല. അത് നല്ലോണം ശ്രദ്ധിക്കണം. ഇസ്തിഅലാഇൻ ഹർഫുകളെ തഫ്ഖീം ചെയ്യുമ്പോൾ അപ്പോൾ അതിന് കസ്ർ കൊടുത്താലോ ഖി സി അല്ലേ? ഗീബത്ത് ഗീബത്ത് സിദ്ദീഖ് സിദ്ദീഖ് സ്വാദിന് സാഫാത്തിന് സിദ്ദീഖിന് ചുണ്ടുകൾ രണ്ടും കൂടില്ല. സ്വാദും സ്വാഗതവും സ്വീകരണവും അറബിയിൽ സ്വാദിനു പാടില്ല അല്ലേ? തൊലിയും തോരണവും തോന്നുന്നത് പോലൊരു തോ അറബിയിലില്ല. ത്വായിഫിലേക്ക് തരീഖാണുള്ളത്, ത്വായിഫിലേക്ക് ത്വരീഖില്ല. മനസ്സിലാവുണ്ടല്ലോ? അതുകൊണ്ട് എന്ത് വേണം? ഇത് വേണം. ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ എപ്പോഴും തഫ്ഖീമാക്കണം. അത് 7 എണ്ണമാണ്. അല്ലാത്തതിനെയൊക്കെ തർക്കീഖാക്കണം. അത് ബാക്കിയുള്ളതാണ്. ഇത് നമ്മുടെ ഓത്തിലുണ്ടായാൽ നല്ല സ്റ്റൈലുണ്ടാവും. ഓത്ത് സൂപ്പറാവും. അതിന് എന്ത് വേണമെന്നറിയോ? എന്ത് വേണം? പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. അല്ലാതെ നാവിൻ്റെ മുരട് മേലെ അണ്ണാക്ക്, നാവിൻ്റെ മുരട് മേലെ അണ്ണാക്ക് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഅലാഉം തഫ്ഖീമും ആവില്ല. അറിയുന്ന ഒരാൾക്ക് അത് പറഞ്ഞ് ക്ലിയറാക്കണം. 7 അക്ഷരങ്ങൾക്കാണ് ഇസ്തിഅലാ. നാവുയരലാണ് അണ്ണാക്കിലേക്കൽ ഖാ. തഫ്ഖീമിവക്കുണ്ടാവലും ഇതിനാല. ഇവ ഖുസ്സ ളഗ്തിൻ ഖിൽ മിസാലും ഖാല. മനസ്സിലായില്ലേ? ഇവ 7 മുഴുവൻ ഇസ്തിഫാല. താഴുന്നു നാവടി ഭാഗമിൽ ഫിൽവായ. ഫിൽവായാന്ന് മനസ്സിലായില്ലേ? ജാറ് മൻസൂബൊക്കെയാണെന്ന് മൗലവിമാർ പറയും കേൾക്കണവർക്ക് അല്ലേ? അതങ്ങനെയൊക്കെയാണ്. ഫിൽവായ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പറഞ്ഞത് എന്താണ് ഇസ്തിഅലാ, എന്താണ് തഫ്ഖീം, എന്താണ് ഇസ്തിഫാൽ, എന്താണ് തർഖീഖ്. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ എല്ലാ സമയത്തും തഫ്ഖീമാക്കേണ്ടവ എത്ര ഏവ. ഉദാഹരണങ്ങൾ 2 എണ്ണം 3 എണ്ണം പറഞ്ഞു. ബാക്കി നിങ്ങൾ നന്നായി ഉദാഹരണം കണ്ടു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്പം ഓതാം. തുടങ്ങല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറാ. الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا. واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا.
وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا. അഞ്ചായത്തുകളാണ് നമ്മൾ ഓതിയത്. നോക്കി, تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا. اوكي، تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا. നദീറായിട്ട് തന്നെ പറയാം കേട്ടോ, നസീറ ആവൂലല്ലോ. الذي له ملك السماوات والأرض. ഓക്കേ, الذي له ملك السماوات والأرض. ഈ സമാവാത്തും അർളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, എന്നാലും പലപ്പോഴും അർളൊക്കെ പറയേണ്ടി വരികയാണ്. സമാവാത്തി വല്ലർള്, الذي له ملك السماوات والأرض പറ്റില്ല. ولم يتخذ ولدا ولم يكن له شريك في الملك. يعني ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا. يعني وخلق كل شيء فقدره تقديرا. واتخذوا من دونه آلهة لا يخلقون شيئا. നോക്കണുണ്ടോ? واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا. ولا يملكون موتا ولا حياة ولا نشورا. وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه. നോക്കണേ, وقال الذين كفروا إن هذا إلا ഇഫ്കുൻ ഇഫ്തറാഹു. കുനി എവിടെയാ കുനിയായത്? ഇഫ്കുൻ ഇഫ്തറാഹു. ഖുൻ എന്നതിന് തൻവീൻ വന്നോ, ഇഫ്തറാഹു വന്നു. ഹംസത്തുൽ വസ്ലായത് കൊണ്ട് ചേർത്തി ഓതണം, അപ്പോൾ ഇൽത്തിഖാഉ സാക്കിനൈനി വരും. ഇഫ്കുൻ ഇഫ്തറാഹു, ഇഫ്കുൻ ഇഫ്തറാഹു, അത് പ്രയാസം. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ സാക്കിനായ നൂൻ എന്ന തൻവീനിനെ സുക്കൂൻ ഒഴിവാക്കിയിട്ട് കസ്റാക്കിയിട്ട് ഇഫ്കുനി എന്നായി. ഇഫ്കുൻ ഉഫ്തറാഹു അല്ല കേട്ടോ, ഇഫ്കുൻ ഉഫ്തറാഹു. കുനു അല്ല, കുനി. ഇഫ്കുൻ ഇഫ്തറാഹു, ഇഫ്കുൻ ഉഫ്തറാഹു അല്ല. ശരിക്കും ശ്രദ്ധിക്കണം, പഠിത്ത് കേട്ടു. വആനഹു അലൈഹി ഖൗമുൻ ആഖറൂൻ. വആനഹു അലൈഹി ഖൗമുൻ ആഖറൂൻ ഫഖദ് ജാഊ ളുൽമൻ വസൂറാ. فقد جاءوا ظلما وزورا. وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا. وقالوا أساطير الأولين. أساطير اكتتبها ചേർത്തി വരുമ്പോൾ
وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا. കുറച്ചുകൂടെ. قل أنزله الذي يعلم السر في السماوات والأرض إنه كان غفورا رحيما. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا أو يلقى إليه كنز أو تكون له جنة يأكل منها. وقال الظالمون إن تتبعون إلا رجلا مسحورا. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. تبارك الذي إن شاء جعل لك خيرا من ذلك جنات تجري من تحتها الأنهار ويجعل لك قصورا. بل كذبوا بالساعة وأعتدنا لمن كذب بالساعة سعيرا. قل أنزله الذي يعلم السر في السماوات والأرض إنه كان غفورا رحيما. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. أو يلقى إليه كنز أو تكون له جنة يأكل منها. وقال الظالمون إن تتبعون إلا رجلا مسحورا. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. تبارك الذي إن شاء جعل لك خيرا من ذلك جنات تجري من تحتها الأنهار. الأنهار بدو تحتها الأنهار بدو الأنهار. ويجعل لك قصورا. بل كذبوا بالساعة وأعتدنا لمن كذب بالساعة سعيرا. إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا. وإذا ألقوا منها مكانا ضيقا مقرنين دعوا هنالك ثبورا. لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا. إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا. وإذا ألقوا منها مكانا ضيقا مقرنين دعوا هنالك ثبورا. مقرنين. لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا.
ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദ്. എങ്ങനെ? ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദി അല്ലതി വഇദൽ മുത്തഖൂൻ കാനത് ലഹും ജസാഅൻ വമസീറാ. ശ്രദ്ധിക്കില്ലേ? ജസാഅൻ വമസീറാ. ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ കാന അലാ റബ്ബിക വഅദൻ മസ്ഊലാ. സദഖല്ലാഹുൽ അളീം. ഓക്കേ, ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ. അല്ലേ? ഇസ്തിഅലാന്റെ ഹർഫൊക്കെ എത്രണ്ണം വന്നു, എങ്ങനെ പറഞ്ഞു എന്നൊക്കെ ശ്രദ്ധിക്കണം. കാന അലാ റബ്ബിക വഅദൻ മസ്ഊലാ. സദഖല്ലാഹുൽ അളീം. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത ദോഷങ്ങൾ ഒരുപാടുണ്ട്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ തദ്രീബിനെയും തദ്രീബ് കുടുംബത്തെയും നീ കാക്കണേ അല്ലാഹ്. എല്ലാ ഷർറുകളെ തൊട്ടും ഹസദുകളെ തൊട്ടും ഐനുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും എല്ലാ കാര്യങ്ങളെയും നീ സലാമത്തും രക്ഷയും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة